ഓ അത് ശരിയാക്കാൻ ഇപ്പൊ അമ്മായി വരണല്ലോ. എന്താ അത് ചില്ലറ ഇടപാടൊന്നല്ല. ഇതിപ്പോ അമ്മായി പോയി കഴിഞ്ഞപ്പോ എന്താ ചെയ്യാ? ഈ കീറി വേഗം നടക്കേ ഒക്കെ കേടുവരുത്തിയിട്ട് ഒക്കെ കീറി കേടുവരുത്തിയിട്ട് പോയി ശരിയാക്കാൻ അമ്മായി വരുന്ന അത് കളയണ്ട കളയണ്ട കളയണ്ടതിൽ അച്ചാറുണ്ടേ കളയണ്ടേ ഇപ്പല്ലേ ഇപ്പല്ലേ ആ പഠിച്ച് എന്നാ കുഞ്ഞുണ്ണി പഠിച്ച് ആ ഇപ്പൊ റെഡി ഇപ്പൊ റെഡി. അപ്പൊ ഒരു നിലക്കത്തെ എവിടെ ഒന്നല്ലോ ഒന്നേയുള്ളൂ. ഏട്ടനെ ഇത്ര നേരം അനിയൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. രണ്ടാമത്തെ അനിയൻ്റെ വീട്ടില് കെട്ടുനിറയിന്ന് ഇന്നല്ല നാളെ ഈ വീഡിയോ വരുന്ന ദിവസം ഇന്ന് നാളെ കെട്ടുനിറയാണ് വീട്ടിൽ വെച്ചിട്ടാട്ടോ കെട്ടുനിറ. അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് പോയി. ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. കിച്ചുവിനാണെങ്കിലും പനിയും ഛർദിയും വയറിളക്കവും ഒക്കെ ആയിട്ട് ചെക്കൻ ഭയങ്കര ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പം ഞാൻ പോയില്ല. ഇനി നാളെ രാവിലെ നേരത്തെ ഞാൻ പോവും. 7 മണിക്ക് രാവിലെ നേരത്തെ 7 മണിക്കാണ് കെട്ടുനിറ. വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ കെട്ടുനിറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിൽ ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് പുതിയ വീട്ടിൽ വെച്ചിട്ട് കെട്ടുനിറയ്ക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. പിന്നെ കുറച്ച് മീൻ ഇവർക്ക് വേണ്ടേ. അപ്പം അത് വറക്കുക. അമ്മ അല്ലാണ്ട് ഒരു ഒച്ചയും ബഹളവും അമ്മയല്ല ആരും ഇല്ലാണ്ട് ഇത് അവരൊക്കെ തന്നെ ഉള്ളൂ. കിച്ചുവിന് വയ്യാത്തത് കൊണ്ട് ഒരു സുഖം തോന്നുന്നില്ല ചേട്ടാ. നിനക്കും കിച്ചുവിന് വയ്യാത്തത് കൊണ്ട് സുഖം തോന്നില്ലേ? കുഞ്ഞന് അത് പറയട്ടെ. ഇവിടക്ക് രാജാവേ ഇവിടക്ക് ഞാൻ പറയട്ടെ. പറ്റില്ല. കുഞ്ഞൻ ഇന്നലെ ഇവിടെ സ്കൂൾ വിട്ട് വന്നപ്പോഴേക്കും അവന് തലവേദനിച്ചിട്ട് വയ്യ, മേല് വേദനിച്ചിട്ട് വയ്യ. പോയപ്പോ തീർന്നത് അത് കേട്ടിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ വെറുതെ പറയല്ലേ കുഞ്ഞ. ഇന്നിപ്പോ സ്കൂൾ ലീവ് ആക്കിയത് കൂടെ കളിച്ചപ്പോ സമാധാനം. എടാ ഇതൊന്നും വറക്കട്ടെ. ഞാൻ എന്നിട്ട് തരേ കൽപ്പാത്തിയിലേക്ക് അനിയൻ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. കൊണ്ടാട്ടം ചേട്ടാ. നാളെ ഇനി അല്ലേ നാളെ എന്താ പണിക്കാർക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും. കാരണം രാവിലെ നേരത്തെ പോയില്ലേ നമ്മൾ. എന്നിട്ട് നേരത്തെ പോയിട്ട് 8 മണിയാകുമ്പോഴേക്കും ഇങ്ങോട്ട് വരുവുമാണ് കേട്ടോ. അമ്മൂനും അച്ഛനും നമ്മൾ സ്കൂളിലേക്ക് വിടണ്ടേ. അച്ഛന് ചോറ് കൊണ്ടുപോകണ്ട, പിന്നെ അമ്മൂന് എന്തെങ്കിലും കൊണ്ടുപോകണം. ചോറും ഒരു ഉപ്പേരിയും വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂർക്ക നേരേക്കണമെന്ന് വിചാരിച്ചാട്ടോ. എനിക്ക് ചെക്കന് വയ്യ പറയുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അതും നടന്നില്ല. അച്ചുട്ടിയേ ഏട്ടനെന്താ വേണ്ടത്? ഓട്സ് മതിയോ? എന്താ ഇനി പള്ളിച്ചും കാത്തിന്നല്ലപ്പോ ഗോതമ്പ് കഞ്ഞി വേണം പറഞ്ഞിട്ട് അങ്ങനെ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കണം. അച്ചക്കുള്ള ഓട്സ് ഉണ്ടാക്കിക്കാ പറ്റുമോ? ഇവിടെ ഞാൻ ഉണ്ടാക്കിയ പോലെ പാത്രമൊക്കെ തായോന്ന് ഏട്ടാ തപ്പി തെരഞ്ഞ് ഉണ്ടാക്ക് പെണ്ണേ. അവിടെ പോയി ഉണ്ടാക്കോ. ഹലോ അച്ഛൻ്റെ കുട്ടി എവിടെയായിരുന്നു? അച്ഛൻ്റെ കുട്ടി എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ഇവിടുന്ന് ഉണ്ടാക്കിയ ഈ കൽപ്പാത്തിന്ന് ഓടുന്ന ഈ സാധനം കൂടിയും കഴിഞ്ഞില്ല കേട്ടോ. ഒരു എന്താ എന്താ പോയത്? എന്താ കുത്തിയത്? അമ്മ വറുത്ത് തരേ. എന്താ അച്ചിക്ക് തരുവോ? പപ്പടം തരുവോ? ഒരു പപ്പടം അച്ചിക്ക് തരുവോ? 2 ഉണ്ട് ഇത്ര. നന്നായി ഒക്കെ പുറത്തേക്ക് എടുത്തിട്ടോ. എന്നാ പിന്നെ വറക്കണ്ട. അതാ കൊണ്ടേ പുറത്തേക്ക് ഇടും. ഇപ്പൊ വാങ്ങിക്കോ ചേച്ചി. അപ്പൊ കൊണ്ടേ മിറ്റത്തിട്ടോ. ഈ നാളല്ലേ കെട്ടുനിറക്കി ഇവരെ 3 അമ്മൂന് രാവിലെ അമ്മു എന്താ ഇല്ല പറഞ്ഞു. അമ്മൂന് നാളെ പ്രൊജക്റ്റ് കൊടുക്കാനുള്ളത് അത്രേ അസൈൻമെൻറ്റ്. അപ്പം അതിൻ്റെ കുറേ ചെയ്യാണ്ട് പറഞ്ഞു. പിന്നെ കിച്ചുവിന് വയ്യല്ലോ. അപ്പോൾ പെങ്ങൾക്കും
വേണ്ട പെങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അവർ ഇവിടെ നിൽക്കും, ഞങ്ങൾ പോവും. നമുക്ക് നേരത്തെ പോവാല്ലേ? എന്താ സൂര്യ കുത്തി കളിക്കണ നീ? ചോറിനാണ് ചോറില്ല, അത് ബിരിയാണി വേണോ? എങ്ങനെയാ രാത്രി ചോറ് തിന്നാ? നിങ്ങളെങ്ങനെ തിന്നാന്നാ ഞാൻ പറഞ്ഞത്. ഞാനെന്തെങ്കിലും തിന്നു, ഞാൻ ചോറ് കഞ്ഞി എന്തെങ്കിലുമൊക്കെ തിന്നും. അല്ല ചോറ് ഞാൻ ഓട്സ് എന്തെങ്കിലുമൊക്കെ തിന്നും. നിങ്ങളെങ്ങനെ ചോറ് തിന്നുന്ന ഞാൻ ആലോചിക്കണേ. വായയും കൊണ്ട് തിന്നും. ഇല്ലേ എങ്ങനെ കഴിക്കും? പകല് ഭയങ്കര ഓട്സാ, നേരം ചോറും തിന്നും. പിന്നെന്ത് ഡയറ്റ് നിങ്ങൾക്ക്? രാവിലെ ഉപ്മാവ് ആട്ടോ കഴിച്ചു, റവ ഉപ്മാവ്. ഉച്ചയ്ക്കാണ് ചോറുണ്ടത്. എന്ത് വെക്കുന്നു? ഓ പാല് കുടിക്കണ്ട ഒരു കുട്ടി. എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ എന്താ പിന്നെയും നമ്മുടെ വീട്ടില് പണി തുടങ്ങിയും കൊണ്ട് ഈ സമയേ ഇല്ല അല്ലേ. 10 മണിയത്തെ കഴിയുമ്പോഴേക്കും ഉച്ച കഴിയുമ്പോഴേക്കും വൈകുന്നേരം സമയം എത്ര വേഗം. ഞാൻ ഇന്ന് പുതിയ വീട്ടിൽ പോയിട്ടൊന്ന് അടിച്ചോരി ഇടണം വിചാരിച്ചാ ചെയ്തിട്ടേ ഇല്ല. എന്തടി എണ്ണങ്ങനെ ഇങ്ങനെ പപ്പടം ചുട്ട് കഴിഞ്ഞാൽ 1 ലിറ്റർ എണ്ണ പപ്പടത്തിൽ കൂട്ടോ. ബീട്രൂട്ട് ഇതെന്താ കൊണ്ടാട്ടം? അവൻ്റെ കുഞ്ഞാ, നീ അത് ഫുള്ള് എടുത്തു ഞാൻ കുട്ടിക്ക് വേണ്ടേ? വലിയച്ഛന് വേണോ? വേണ്ടേ? ഞാൻ തിന്നോ, നിങ്ങളെന്നെ തിന്നോളൂ. തിന്നോ. അമ്മ അവിടെ ഇരുന്ന് നല്ല ഗംഭീര എത്തും വായനയാണ്. എന്നിട്ട് കുട്ടികളെ കുറ്റം പറയുന്നത് നിങ്ങൾ തന്നെ ഒക്കെ എടുത്ത് തിന്നും ചെയ്യാം. അതാ ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടില്ല, നിങ്ങൾ തന്നെ നിന്നിട്ട്. ഏട്ടാ ഞങ്ങളുടെ അമ്മയ്ക്കേ ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. അവൾ ചെറുതല്ല കേട്ടോ, ഞാൻ ചെറുതാ. എൻ്റെ അമ്മയുടെ ചെറിയ കുട്ടിയാണ്, അറിയോ? എത്രയൊക്കെ ഇനി പറഞ്ഞാലും നിങ്ങളുടെ ചെറിയ മകൾ എവിടെയെന്നല്ലേ ചോദിക്കുള്ളൂ, വലിയ കുട്ടി എവിടെയെന്ന് ചോദിക്കില്ലല്ലോ. നിങ്ങൾക്ക് ഞാനിപ്പോൾ വലുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്നത് അവർക്ക് ചോറിനും. കുഞ്ഞ് കുറെ നേരം കവർ പിടിച്ചു. കുഞ്ഞാ ഒരു കാര്യം ചോദിക്കട്ടെ? കുഞ്ഞിൻ്റെ സ്കൂളിൽ നിന്ന് നാളെ ടൂർ പോവുകയാണേ. കുഞ്ഞൻ ടൂർ പോയില്ലല്ലോ. കുഞ്ഞൻ ടൂർ പോകണേ ഇഷ്ടമില്ലാത്ത ആളാ. എന്താണ് നോക്കണ്ട, അവന് പോണെന്നാ പറഞ്ഞത്. ഇപ്പൊ ടൂർ കൂടി പോകണ്ടു. ഇതിവിടെ വെക്കണ്ടാന്ന്, അതാണ് പ്രശ്നം. കണ്ടോ ഞാൻ തിന്നോട് നോക്ക്. ആ അങ്ങനെയൊക്കെ ഉള്ള ടൂർ പോയാൽ മതി. എന്നാണ് നമ്മുടെ വീട്ടിലെ ഫങ്ഷൻ, എന്നാണ് ഡേറ്റ് എന്താ നോക്കാത്തതെന്ന്. നമ്മൾ ഡിസംബറൊക്കെ ഇനിയിപ്പോൾ പാല് കാച്ചൽ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി നമുക്കിത് ഫങ്ഷൻ മാത്രമല്ലല്ലോ. അപ്പോൾ നമ്മളെന്താ വിചാരിച്ചെന്നറിയോ? എന്തായാലും ഒരു 20 ദിവസം മുമ്പ് എന്തായാലും കളിയിട്ട് പറയില്ലേ? ആദ്യം പിന്നെയും പറയുന്നുണ്ടല്ലേ, നിങ്ങൾ വരുമോ വരില്ലേ ഒക്കെ ഒരു പേടിയുണ്ട്. പേടി എത്ര ദിവസം മുന്നേ പറഞ്ഞാലും നിങ്ങൾ വരുമോ വരില്ലേ? പേടി അതാണ്. ഇനി എന്തിനാ എപ്പോ വേണമെങ്കിൽ പാല് കാച്ച, എപ്പോ വേണമെങ്കിൽ പോയിട്ട് കാച്ച. പാലുണ്ടോ? ഞാൻ കാച്ചിക്കൊണ്ടുവരാം. ഇനി പാലും മോരൊക്കെ കാച്ചില്ല. ഇല്ല. അത് നല്ല ദിവസമൊന്നും നോക്കണ്ട. ഇനി ആരാണ്? അതൊന്നും നോക്കണ്ട അല്ലേട്ടാ. വേണമെങ്കിൽ നല്ല ദിവസം നോക്കിക്കോ. എല്ലാ ദിവസവും നല്ല ദിവസമാണ്. ഏത് ദിവസം അപ്പം നല്ല ദിവസം ഇല്ലാത്തത്? എല്ലാ ദിവസവും നല്ലതാ. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ലേട്ടാ തിങ്കൾ നല്ലതല്ലേ, ഞായറാഴ്ച നല്ലതല്ലേ, ചൊവ്വാഴ്ച നല്ലതല്ലേ, അല്ലേ? ആണല്ല. സുകന്യയുടെ മുടിയുണ്ടോ? കണ്ടോ? സുകന്യ വെട്ടിയതാണ് കേട്ടോ. ഇങ്ങനെ പൊട്ടി വരും. ഹലോ
ഇതെന്ത് പൊട്ടില്ല അത് ഇങ്ങനെ പൊട്ടൽ നോക്കിയൊക്കെ അവിടുത്തെ മാത്രം പൊട്ടിയിരുന്നു. ആ അവിടുത്തെ മാത്രം പൊട്ടി. എടി ആ ജെല്ല് വാങ്ങിക്കോ. എന്താ ഈ സംഭവം ഒട്ടിപ്പിടിക്കുന്ന സാധനല്ലേട്ടാ? അതിങ്ങനെ മേരക്കിന് പൊന്തിച്ച് വെച്ച സുഖന്നെ എല്ലാട്ടാ. രണ്ട് സൈഡിക്കും അല്ലേ കെട്ടാം. അങ്കലവാടിക്കൊക്കെ പോകുമ്പല്ലേ മുടി ഇങ്ങനെ ആ കുളിച്ചിട്ട് എന്താ ഈ സുഗന്യ കുളിച്ചിട്ടില്ല. സുഗന്യ കുളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ സുഗന്യയുടെ തലയിൽ പെയിൻ ഉണ്ടായിട്ടില്ല കേട്ടോ. സുഗന്യക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് അതൊരു ഹോബിയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരാൾക്ക് മൂക്ക് തിരുമ്പിയിട്ടും ഒരാൾക്ക് തലമാതിയിട്ടും ശീലമാണ്. അതുകൊണ്ട് അത് മാറില്ല. ആ എൻ്റെ ഒരു മരുന്നുണ്ട് കേട്ടോ, കൃത്യം 9 മണിക്ക് കഴിക്കേണ്ട മരുന്ന്. ആ മരുന്ന് കഴിച്ചിട്ടെ ഞാൻ എന്നോ ആളെ കെട്ടുന്നറിയില്ല. എന്നാ ഇറച്ചി വാങ്ങിയ അതും കുഴപ്പമില്ല. ഇന്നെന്താ ചോറ് അധികം ഉണ്ടല്ലോ സുഖന്? അയ്യോ നാളെ വെള്ളച്ചോറ് തിന്നാൻ പറ്റില്ല കേട്ടോ. ലീവല്ലേ അതും കൊണ്ട് അല്ല, രാവിലെ എല്ലാവരും പലഹാരം കഴിച്ച് പിന്നെ ചോറ് ആരും കഴിച്ചില്ല. അപ്പം അത് കാരണം ചോറ് അധികം വന്നു. ഞാൻ ഇപ്പം എന്നിട്ട് എന്താണെന്നറിയോ, എന്താ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ. അത് ഉണ്ടാക്കിയ കുട്ടികൾ പിന്നെ അത് കഴിക്കും. ഈ മീനില്ലേ, മീൻ ആരും കൂട്ടണ്ട കേട്ടോ. കൂട്ടണ്ട. നാളെ എന്താ വറുത്ത് വയ്ക്കണത് എന്തിനാണെന്നറിയോ, നമ്മളെപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറേ ഒരു ബസ് സ്വാമിമാർ പോകുന്നുണ്ട് ഇത്രേ. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കേ ഒരു ബസ് സ്വാമിമാർ പോകുന്നുണ്ട് ഇത്രേ. അപ്പോൾ ഇവിടെ പണിക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് കൊടുക്കണ്ടേ. നമുക്കല്ല കേട്ടോ. അപ്പോൾ അത് പണിക്കാർക്ക് എന്താ ഒന്നുമില്ലാതെ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് വറുക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് വറുത്തങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അവർക്ക് രാവിലെ എടുക്കാമല്ലോ. കൂർക്ക നേരേക്ക് വെള്ളപ്പയറും കൂർക്കയും പാടെ വേഗം കുക്കറിൽ ഒരു കറിയും വെച്ച് ചോറും വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അങ്ങനെ പോവാലോ വിചാരിച്ചു. ചോറ് കഴിഞ്ഞിട്ട് ചോറിൻ്റെ ചെമ്പൊക്കെ കഴുകി വെക്കാട്ടാ. അടുപ്പത്ത് വെള്ളം വെച്ച് വെച്ചാൽ ഈ എല്ലാവർക്കും ഇല്ലേ ആദ്യമൊക്കെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഉപ്പേരിയും കൂട്ടാനും പപ്പടമൊക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണമല്ലേ. മീനെങ്കിലും മുട്ടേനെക്കാട്ടിലും ഇഷ്ടമാണ് ഇവിടെ എന്താ വരുന്നവർക്ക് മീൻ. അപ്പം അത് കാരണം നമ്മൾ വാങ്ങിയതാണ്. എന്നാൽ നമ്മുടെ വീട്ടിൽ പണിക്ക് വരുമ്പോൾ നമ്മൾ ആരായാലും ഇപ്പോൾ എൻ്റെ ഏട്ടനാണോ വെച്ചാലും അനിയേട്ടനും വേറെ പുറമെ പണിക്ക് പോകുമ്പോൾ വേറെ നിറച്ച് ഭക്ഷണം കഴിച്ചാലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് നമ്മുടെ പണിയോട് ഒരു ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഭക്ഷണത്തിൽ ആത്മാർത്ഥ നോക്കേണ്ട കാര്യമൊന്നുമില്ല. വിശക്കുമ്പോൾ വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക. അപ്പം അതന്നെ പറഞ്ഞത്. കഷ്ടപ്പാട് അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ എന്തൊക്കെ ഒരു കുറവ് അത് കാരണമാണ്. ഇനിയിപ്പോൾ ചില കൂട്ടുകാർ ചോദിക്കും, നാളെ നീ കിട്ടുന്നറിയിട്ട് നിങ്ങൾ പണി എങ്ങനെയായാലും ഭക്ഷണം ഉഷാറാവണം. അല്ല ചോദിക്കേ, നാളെ നിങ്ങളുടെ അനിയൻ്റെ കിട്ടുന്നറിയിട്ട് നിങ്ങൾ എന്താ മീനാണോ തിന്നണത് ചോദിക്കും. മീനല്ല കേട്ടോ, വറുത്ത് വയ്ക്കുക. എൻ്റെ ഓരോ പണികൾ കഴിച്ച് വയ്ക്കിയതാ കണ്ടോ. കണ്ണിമാങ്ങ അച്ചാറ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്. പിന്നെ ഇതാ കൂട്ടാനുണ്ട്. കിച്ചൂനും മേട്ടനും. പിന്നെ ഇതാ കണ്ടോ പച്ചമുളകും വെളുത്തുള്ളി ഉള്ളിയും പാടെ ഒന്ന് ചമ്മന്തി അരച്ചാണ് കേട്ടോ. അത് കുറച്ചും കൂടി ഉണ്ട്. ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത് അതുതന്നെയാണ് നമുക്ക്. കുട്ടികൾക്ക് അതാ കൊണ്ടാട്ടമുണ്ട്. ഓരോരോ എവിടേക്കെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ അമ്മയും കൂടി ഇല്ലാതെ ചെയ്യുമ്പോൾ ഈ പണിക്കാരുള്ളപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ പണികൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ വേഗം പണി കഴിയും. ഇതാ കൂർക്ക വലിയ വലിയ കൂർക്കകളാണ്. അപ്പോൾ വലിയ കൂർക്ക കണ്ട ഇത് ഉരയ്ക്കാൻ സുഖമാണ്. കണ്ട ആ അപ്പോൾ അതാണ്ടോ വെള്ളപ്പയറും വറുത്ത് വയ്ക്കുക, കൂർക്കയും എന്താ നേരേക്ക് വെച്ചാൽ പിന്നെ രാവിലെ നേരെ കൊടുത്താൽ ഉച്ചവരക്കുള്ള പണി ചെയ്യുന്നു. ഇതാണ്ടോ തേങ്ങയൊക്കെ കണ്ടോ. തേങ്ങ അന്നേരം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ പൊട്ടിച്ച് ചിരവല്ലേ വേണ്ടുള്ളൂ നമുക്ക്. എന്താ നമ്മളെവിടെ പോയി കഴിഞ്ഞാലും ആരുടെയും പണീനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അല്ലേട്ടാ. രാവിലേക്ക് നമുക്ക് പുട്ടും ഉണ്ടാക്കാൻ വിചാരിച്ചു. പുട്ടിൻ്റെ കൂടെ ഈ കൂർക്കക്കറി നല്ല രസമാട്ടോ. ഇറച്ചി വെച്ച പോലെ ഉണ്ടാവും. ഏട്ടന് ഇഷ്ടമല്ലേ?
അപ്പോൾ ആ ചോറ് വിളമ്പിച്ചിട്ടുണ്ട്. പെങ്ങളപ്പുറത്തുണ്ട് കേട്ടോ. പെങ്ങളെ അവിടെ ഇരുന്ന് ഓൺ വിളിക്കുന്നുണ്ട്. പൊന്നൂസ് അവിടെ തോന്നുന്നുണ്ട്. അച്ചു ഓട്സ് ഉണ്ടാക്കാൻ പോയില്ലേ, അച്ചുട്ടി അവിടെ ഓട്സ് ഉണ്ടാക്കട്ടോ. അച്ചു ഓട്സും എന്താ എന്തെങ്കിലും പഴം ഉണ്ടെങ്കിൽ നേന്ത്രപ്പഴം. ഞാൻ അപ്പോൾ നേന്ത്രപ്പഴം കഴിക്കില്ല, ഞാൻ തടി കുറയ്ക്കാൻ നിൽക്കുന്ന ആൾക്കാർ നേന്ത്രപ്പഴം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പഴമൊന്നുമില്ല, പഴം കഴിഞ്ഞു, ഞാനും പഴം വാങ്ങിയില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഒന്ന് കുറേ നേരം വൈകിയത് എന്താ വെച്ചാൽ നമ്മുടെ മാമൻ്റെ മകൻ രാജു വിളിച്ചിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. സംസാരിച്ച് കുറേ ഗൾഫിലാണ് കേട്ടോ. അവൻ എന്താ അങ്ങനെ സംസാരിച്ച സമയം പോയി. വീടിൻ്റെ ഇതൊക്കെ ആകുമ്പോഴേ നമുക്ക് ഭയങ്കര വിഷമമാണ്. അവർക്കില്ലാണ്ട് കുട്ടനും രാജു ഒക്കെ അല്ലേ, അവരൊന്നും വരാൻ പറ്റില്ല. നമ്മുടെ ഈ കിട്ടുന്നറ കാര്യങ്ങളൊക്കെ അല്ലേ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പാടെ കൂടിയിട്ട് വീട്ടിലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷമാണ് ചേട്ടാ. അധികം ആൾക്കാരിപ്പോൾ ഇങ്ങനെ വീട്ടിലൊന്നും ചെയ്യാണ്ട് നേരെ അമ്പലത്തിൽ വെച്ച് കെട്ട് നിറയ്ക്കുക. നേരെ അമ്പലത്തിൽ പറയുമ്പോൾ തിരക്കുള്ള സമയത്ത് വേഗം അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇവിടെ സമയത്ത് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് ആവണം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലാണെങ്കിൽ ഒപ്പം ഇരുന്ന് ഒറ്റ നിറയ്ക്കാം. നമുക്ക് അത്ര സമയം പോകാതാ. നമുക്ക് ഇപ്രാവശ്യം പിന്നെ കുറേ നോമ്പെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്താ കുട്ടികളുടെ കാര്യങ്ങളും എല്ലാതും പാടെ ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ ഒരു 10-20 ദിവസത്തിനുള്ളിൽ നമ്മൾ പോകില്ലേട്ടാ. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അമ്മയും പറയുന്ന സമാധാനം, നമുക്ക് 2 വീടുണ്ടല്ലോ. അപ്പോൾ ഒരു വീട്ടിൽ സായിമാർക്കും ഒരു വീട്ടിൽ പറ്റാത്തവർക്കും ഇരിക്കാമല്ലോ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ പോകണുണ്ട്. അങ്ങനെയല്ലേ ചെയ്യണേ? മണ്ഡലപൂജക്കല്ലേ പോണേ? പടിപൂജ, മണ്ഡലപൂജ, മണ്ഡലപൂജ അല്ല പടിപൂജ. പടിപൂജയ്ക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പടിപൂജയ്ക്കാണ് പോയത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഞാനെൻ്റെ അതൊക്കെ ചെറിയൊരു വിശേഷമായിട്ട് എടുത്തതാണ്. നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂർക്ക നേരത്തിലും ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നാളെ കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം.